ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിയലൈസ് വ്യൂ. ദിസ് ഇസ് മീ അലക്സ് മാനുവൽ. അപ്പോൾ അതേപോലെ രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് ഇത്തിരി കുറച്ച് തിരക്കുള്ള ദിവസമുണ്ട്. എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് ഇന്ന് ഓഫാണ്. അപ്പോൾ അവൻ്റെ ഡ്യൂട്ടിയും കൂടി ഞാൻ ഇന്ന് ചെയ്യണം. അതുപോലെ തന്നെ എന്നാണോ ഞാൻ ഓഫുള്ള ദിവസം അപ്പോൾ എൻ്റെ വർക്ക് അവനാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞങ്ങൾ വീക്ക്ലി ഒരു 1 ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു. പക്ഷെ എനിക്കെന്തോ അതിൽ കുറേ കാര്യങ്ങൾ, കുറേ വിഷ്വൽസിലൊക്കെ ചില ഭാഗങ്ങളൊന്നും കാണിക്കണ്ടെന്ന് തോന്നിയതുകൊണ്ട് വീണ്ടും റീ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോ പുറത്തേക്ക് വിട്ടത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു രാജ്യത്ത് ആയതുകൊണ്ടും അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു സേഫ്റ്റി സൈഡ്. നമ്മൾ തെറ്റിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ അയ്യോ ഈ ഒരു വിഷ്വൽ അതിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് വേണ്ട, റിമൂവ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ വേറൊരു വലിയൊരു പാർട്ടും കൂടി അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെയാണ് ഇന്നലത്തെ വീഡിയോ നമ്മൾ റീ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഉള്ള റൂളാണ്. ഇവിടെ വലിയൊരു ഒഫൻസാണ്. തീർച്ചയായിട്ടും ഒരാളുകളും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും വിഷ്വൽസ്, ഈ റണ്ണിങ്ങിലുള്ള എന്തെങ്കിലും വിഷ്വൽസ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഡാഷ് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ മൊബൈൽ ഫോൺ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കരുത്. രാവിലെ തന്നെ ആഘോഷിച്ചിരുന്ന് ചായയും വടയും കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ബ്ലൂ കുട്ടനെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ബ്ലൂ കുട്ടനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ നേരെ അക്കോമഡേഷനിലേക്കാണ്. നമ്മൾ വേറെ അക്കോമഡേഷൻ ഉണ്ട്, അവിടെ പോകണം. അവിടെ പോയിട്ട് വേറെ വണ്ടിയുണ്ട്, അതെടുത്തിട്ട് നമുക്ക് സ്റ്റാഫിനെ ഡ്രോപ്പ് ചെയ്ത് റിട്ടേൺ വരണം. റിട്ടേൺ വന്നിട്ട് നമ്മുടെ ചെക്കൻ എടുക്കണം. നമ്മുടെ ചെക്കൻ എടുത്തിട്ട് വേണം നമുക്ക് പിന്നെ പർച്ചേസിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പിന്നെയും അപ്പോഴത്തേനും ഉച്ചയാകുമ്പോഴത്തേനും സ്റ്റാഫ് ഉണ്ട്. അപ്പോഴത്തേനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് നല്ല രസകരമായിരിക്കും. നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും എന്താണെങ്കിലും കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും പുതിയ ഇൻഫർമേഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ കമൻറ്റ് വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള എൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഓർ നെഗറ്റീവ് എനർജി ഓർ വാട്ട് എവർ. സോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ലൈക്ക് ബട്ടൺ അവിടെ തന്നെ ഉണ്ട്, വെറുതെ പോണ വഴിക്കൊന്നും ഇങ്ങനെ ഞെക്കാൻ വലിയ പാടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒരിക്കലും അത് വേണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തരുന്ന സപ്പോർട്ട് ഒരു വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നാളത്തേക്കുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. നമ്മുടെ ചെക്കനെ നമ്മളിവിടെ പാർക്കിങ്ങിൽ ഇട്ടോട്ടോ. ഭയങ്കര കാറ്റാണല്ലോ, ഭയങ്കര കാറ്റെന്ന്. നമ്മുടെ ചെക്കനെ ഇവിടെ പാർക്കിങ്ങിൽ കിടക്കണേ, വെയിലത്താണ് കിടക്കണത്. പക്ഷെ വേറെ നിവൃത്തിയില്ലേ നമുക്ക്. അല്ല, ബാക്കിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ, ഉദിച്ചു നിൽക്കുകയാണ്. നമുക്കിനി നമ്മുടെ വേറെ വണ്ടി ഉണ്ട്, അത് എടുക്കണം. ആ വണ്ടി എടുത്തിട്ട് നമുക്ക് സ്റ്റാഫിനെ കൊണ്ടാക്കണം. രാവിലത്തെ മോർണിംഗ് സ്റ്റാഫിനെ കൊണ്ടാക്കിയിട്ട് റിട്ടേൺ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ചെക്കനെടുക്കാം. അപ്പോൾ നമ്മളേ അടുത്ത വണ്ടി എടുത്തുട്ടാ. അടുത്ത വണ്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കോസ്റ്ററിൻ്റെ ചെറിയൊരു കുഞ്ഞ് ബസ്സാണ്, കുഞ്ഞ് ബസ്. അപ്പോൾ നമ്മൾ വന്നിട്ടേ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഓയിലും വെള്ളവും കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു നിർത്തിയേക്കാണ്. കുറച്ച് നേരം ഒന്ന് AC ഇട്ട് മുൻപ് വന്ന് നിർത്തണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി വലിയ വണ്ടി ആയതുകൊണ്ടേ തണുക്കത്തിരി നേരം എടുക്കും. അപ്പോൾ നമുക്കൊരു 9:30ക്കാണ് ഇവിടുന്ന് ട്രിപ്പ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 9 മണി 9:15 വന്നിട്ട് കണ്ടോ സ്വിച്ചൊക്കെ ചില നേരത്തൊക്കെ ഓഫ് ചെയ്തിടും. അതിപ്പോൾ എന്തിനാണെന്ന് എനിക്കിതൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇത്രയും വലിയ ചൂടത്ത് ഇവർ AC ഓഫ് ചെയ്തിടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി തണുപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ആളുകൾ വന്നിരിക്കുമ്പോൾ അവർക്ക് ഒരു ആ രാവിലത്തെ മൂഡ് പോവില്ല. അപ്പം എല്ലാവർക്കും ആ രാവിലെ ഇറങ്ങി വരുന്ന ഒരു മൂഡ് എന്ന് പറയുന്നത് ഒരു സംഭവമല്ലേ. അപ്പോൾ നമ്മളെടുക്കുന്ന ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സ്റ്റാഫിനെ കൊണ്ടിറക്കണം. സ്റ്റാഫിനെ കൊണ്ടിറക്കി റിട്ടേൺ വന്നിട്ട് നമ്മുടെ ചെക്കൻ എടുക്കണം. നമ്മുടെ ചെക്കൻ എടുത്തിട്ട് എന്നിട്ട് വേണം നമുക്ക് പർച്ചേസിന് പോകാൻ. പർച്ചേസിന് ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പർച്ചേസുകൾ ഇന്ന് ഇല്ല. കാരണം നമുക്ക് ഓൾറെഡി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പർച്ചേസ് ഇല്ല. പക്ഷേ നമുക്ക് വേറെ ഒട്ടിലൊടുക്ക് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പോകണം. നമ്മുടെ ഒരു യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ട് ആ പുള്ളിക്കാരൻ വിളിച്ച് ഫോൺ എടുക്കില്ല. അപ്പോൾ നമുക്കൊന്ന് നേരിട്ടൊന്ന് ഡയറക്റ്റ് പോകണം.
അങ്ങനെ നമ്മൾ നമ്മുടെ ബസ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടുട്ടാ. താക്കോലൊക്കെ ഇവിടെ വെച്ച് നമ്മുടെ ഡ്രൈവർ കുറച്ചേരം കഴിയുമ്പോൾ അവന് പുറത്തേക്ക് പോകണമെന്ന് തോന്നും. അപ്പോൾ നമുക്കൊരു രാവിലെ തന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ദാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വർക്കണ ഒരു ചേട്ടൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നമുക്ക് തന്നു. അപ്പോൾ നല്ല കാര്യം, രാവിലെ നമുക്ക് നമ്മുടെ വണ്ടിയിലിടാം. പിന്നെ നമ്മുടെ ചെക്കൻ്റെ അടുത്ത് കുറച്ച് നടക്കാൻ അധികമൊന്നുമില്ല, കുറച്ചുള്ളൂ. പക്ഷേ ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ് വെച്ചാൽ ഭയങ്കര കാറ്റ്, രക്ഷയില്ലാത്ത കാറ്റാണ്. അപ്പോൾ നമ്മുടെ ബ്ലൂ കൂട്ടൻ ഉണ്ട് കേട്ടോ കയ്യിൽ. ബ്ലൂ കൂട്ടനല്ലാതെ എന്ത് ജീവിതം. അപ്പോൾ ബ്ലൂ കൂട്ടനും ഉണ്ട്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ദാനം കിട്ടിയ ബിസ്ക്കറ്റും ഉണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലേ ഭക്ഷണം കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ പതിവ് പോലെ നേരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ആകെ പണി പാടും. നല്ല കാറ്റാട്ടാ, അടിപൊളി കാറ്റ് വെച്ചാൽ അടിപൊളി കാറ്റ്. അയ്യോ നമ്മുടെ ചെക്കൻ വെയിലത്തോടെ കിടക്കണേ. സാധാരണ അവിടെ മരത്തിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും കിട്ടിയില്ല. നമ്മുടെ ചെക്കൻ വെയിലത്ത് കിടന്നിട്ട് ആകെ തവിട് പൊടി ആയിരുന്നു തോന്നുന്നു. ഉള്ളൊക്കെ ഇപ്പോൾ ഡിങ്കോഡാൽഫി ഉണ്ടോ. ഇപ്പോൾ ഈ ഗൾഫ് പരിപാടിയൊക്കെ നിർത്തി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിത് അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ പോയിട്ട് ട്രാവൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. അത്യാവശ്യം അയച്ചാൽ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പോയി അതേപോലെ തിരിച്ചു വന്ന് ഞാൻ അവിടെ ഹിമാലയം വരെ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ അത്യാവശ്യം എല്ലാ ഗ്രാമങ്ങളും ഇങ്ങനെ ടച്ച് ചെയ്ത് വളരെ ടൈം എടുത്തിട്ട് മെല്ലെ ട്രാവൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിന് നടക്കുമായിരിക്കും. ഓക്കെ, എനിവേ അപ്പം നമ്മൾ കൂടുതൽ പറഞ്ഞ് കാട് കയറണ്ട. അപ്പം നമ്മൾ ചെക്കൻ്റെ അടുത്തേക്ക് വന്നു. ചെക്കൻ നല്ല പഴുത്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് AC ഇട്ടിട്ട് ഒന്ന് സെറ്റായിട്ട് അങ്ങനെ പോകാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെയുള്ള പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ സ്ഥിരം സ്ഥലത്ത് ഇവിടെ ഇങ്ങോട്ട് വരുന്നതിന് മെയിനായിട്ട് കാരണമായിട്ട് ഇവിടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാം, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല അടിപൊളി ആംബിയൻസാണ്. ഇപ്പോൾ നമ്മൾ ദോശ പറഞ്ഞിട്ടുണ്ട്, ദോശയും ചായയും പറഞ്ഞു. പിന്നെ കൂടെ ഭംഗിക്ക് ഒരു സിംഗിൾ ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്, അതാണ് കാരണം. നമ്മുടെ ദോശ വന്നോട്ടാ. ദോശ, സാമ്പാർ, ചട്നി, നമ്മുടെ പരിപാടി. അടിപൊളി ഫുഡാണ്, അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ ദോശയാണ്, സൂപ്പർ ദോശ. ഇതാണ് ഫുഡ് വെച്ചിറങ്ങി നമുക്ക് എമർജൻസി കോൾ വന്നു. ഓക്കെ, ഓൺലൈനിൽ ഓർഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലുലുവിലേക്കാണ് കേട്ടോ. ലുലുവിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാവിധ സാധനങ്ങളും കിട്ടും. ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചില സാധനങ്ങളവിടെ പെൻഡിങ് വരും, വീണ്ടും നമ്മൾ ലുലുവിലേക്ക് വരേണ്ടി വരും. അതാണ് ലുലു കേട്ടോ. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ലുലുവാണ്. പിന്നെ അവരുടെ വലിയൊരു ഭീകരമായിട്ടുള്ളൊരു പാർക്കിംഗ് ഉണ്ട് ഈ ഏരിയയിൽ. അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇതുപോലെ തന്നെ അപ്പുറത്തൊരു ഭാഗം ബാക്കിയിട്ടാണ്, റോഡ് ക്രോസ് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ചെക്കനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ. വെയിലാണ് സഹിക്കാൻ വയ്യാത്തത്, അതിൻ്റെ കൂടെ ആണെങ്കിൽ ഇന്ന് ഒടുക്കത്ത കാറ്റും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. കാര്യമായിട്ടൊന്നും ഇങ്ങനെ വിളിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ. പാനിൻ്റെ പർച്ചേസ് ആയിരുന്നു കേട്ടോ. എൻ്റെ പൊന്നമ്പാ, കാറ്റിനെ വലിച്ചുകൊണ്ട് പോകണം. നമ്മളെ റോഡിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ചെക്കൻ കിടക്കണത്. അതുവരെ എത്തണം. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ് വെച്ചാൽ നല്ല കാറ്റ്. റോഡിലൊക്കെ വലിച്ചിട്ടാണ് പോകണം. അയ്യോ നല്ല രസട്ടാ. സാധനങ്ങൾ തൽക്കാലേ ഡിക്കിൽ വെക്കാം. ഭയങ്കര കാറ്റായതുകൊണ്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോറ് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം നമുക്ക് ഡിക്കിൽ വെക്കാം. കുറച്ച്
തണുവുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ വേഗം എത്തൂലോ. തൽക്കാലം നമുക്ക് ഡിക്കിലേക്ക് വെച്ചിട്ട് പോവാട്ടോ. വണ്ടി വെയിലത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയുക, കൊല്ലണേനെ തുല്യമാണ്. പക്ഷേ നിവൃത്തിയില്ലല്ലോ, എനിക്കിഷ്ടമല്ല വണ്ടി വെയിലത്തിലാന്ന് പറഞ്ഞാൽ. നല്ല സ്ഥലത്ത് സെറ്റപ്പായിട്ടൊക്കെ ഇടണം. അയ്യോ, ആകെ 4 മുടിയുള്ളൂ, അതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാറ്റത്ത്. ഒരു കാര്യം ചെയ്യട്ടെ, നമുക്കിത് ഷോപ്പിൽ എത്തിക്കാം എത്രയും പെട്ടെന്ന്. ഓക്കെ, ഇപ്പം എന്താ ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഇന്ന് പറക്കണ ദിവസമായിരിക്കും. നമ്മൾ ഷോപ്പിൽ സാധനം കൊടുത്തു, ഇറങ്ങി ഒരു മാക്സിമം 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് മെസ്സേജ് വന്നു, അടുത്ത ഓർഡർ, ഓൺലൈൻ ഓർഡർ വന്നിട്ടുണ്ട് 2 ഐറ്റംസ്. അത് നമ്മളങ്ങനെ സാധനങ്ങൾ അങ്ങനെ മേടിച്ച് വയ്ക്കില്ല കേട്ടോ. എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നാശമായി പോകും. അപ്പോൾ ഈ ഡെയിലി ഫ്രഷ് ഐറ്റംസ് ഒന്നും നമുക്ക് അങ്ങനെ മേടിച്ച് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യമുള്ള ഒരു ഡെയിലി ബേസ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ വെക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് സാധനങ്ങൾ മാത്രമേ കൊടുക്കണ ഉള്ളൂ. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഒരു പരിപാടി ഇല്ല. അപ്പോൾ ഓർഡർ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ വീണ്ടും ഓർഡർ വന്നു, നമുക്കിനി 2 സാധനങ്ങൾ കൂടി മേടിക്കണം. കുഴപ്പമില്ല, നമ്മുടെ ബലാദിയിൽ കിട്ടും അത്. അപ്പോൾ നമുക്കത് മേടിക്കാം. സൂക്കൽ ബലാദിയിലെത്തിയിട്ടാ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ ബലാദിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ദൂരം ഉള്ളു നടക്കാൻ, അധികമൊന്നുമില്ല. കുറച്ച് ദൂരം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മുടെ പാർക്കിങ്ങിലിട്ടിട്ട് നടക്കാനുണ്ട്. സംഗതി ചെറിയ കാറ്റുള്ളതുകൊണ്ട് ചൂട് അങ്ങനെ അറിയുന്നില്ല കേട്ടെന്ന്, പക്ഷേ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അക്കോമഡേഷനിൽ എത്തിയിട്ടാണ്, നമ്മൾ സ്റ്റാഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഷോപ്പിൽ പോകണം. ഷോപ്പിൽ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലുമുള്ള പരിപാടി നോക്കണം. 1 മണി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഖത്തറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മളിന്ന്. ആ ഒരു വിഷ്വലാണ് നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ആസ്പെറസോൺ എന്നാണ്. ആ ഒരു ഏരിയയാണ് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത്. അവിടെ നമുക്ക് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്ന നമ്മുടെ 2022 വേൾഡ് കപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളൊരു സ്റ്റേഡിയം അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് തന്നെ നമുക്ക് വില്ലാജിയോ മോൾ എന്ന് പറയുന്ന വലിയൊരു മോളുണ്ട് അവിടെ. വില്ലാജിയോ മോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം എടുത്ത് ഒരു ഫുൾ എപ്പിസോഡ് എടുത്ത് നമുക്ക് ചെയ്യേണ്ടി വരും, അത്രയും വലിയൊരു മോളാണത്. പിന്നെ ഇതൊന്നും അല്ലാതെ നമുക്കവിടെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ടോർച്ച് ടവർ എന്ന് പറയുന്നൊരു ടവറുണ്ട്. ടോർച്ച് ടവർ, അതിൻ്റെ പേര് നമ്മൾ ടോർച്ച് ടവർ എന്നാണ്. അപ്പോൾ അതിന് ആസ്പയർ ടവർ എന്നും പറയാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒഫീഷ്യലായിട്ടുള്ളത്. പിന്നെ ദ ടോർച്ച് ദോഹ എന്നൊക്കെ പറയാറുണ്ട്. അവിടെ അതൊരു 5 സ്റ്റാർ ഹോട്ടലും കൂടിയാണ്. ശരിക്കും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 നടന്ന 15ാമത് ഒളിമ്പിക്സിൻ്റെ സിംബോളിക് ഫ്ലെയിം, അതായത് നമ്മുടെ ദീപശിഖ എന്ന് പറയുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു മാതൃകയിലാണ് ആ ഒരു നിർമ്മിതി അവിടെ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് ഖലീഫ സ്റ്റേഡിയം. ഖലീഫ സ്റ്റേഡിയം ഇസ് വണ്ടർഫുൾ. ഭയങ്കര എല്ലാവർക്കും ഇവിടെ ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ഖലീഫ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അത്രയും ഗെയിമുകളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള പ്ലെയേഴ്സ് വന്ന് കളിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ, മറ്റുള്ള ഷോസും കാര്യങ്ങളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഖലീഫ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു ഖത്തറിലെ ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവർക്കും അത്രയും ഒരു ലൈഫിൻ്റെ പാർട്ടാണ്. അതുപോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള വില്ലാജിയോ മോൾ എന്ന് പറയുന്ന ഒരു വലിയൊരു മോൾ. അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൾച്ചർ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയോ ഒരു യൂറോപ്യൻ ഒരു അങ്ങനത്തെ ഒരു സംഭവമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു സീലിംഗ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഒരു ആകാശത്തിൻ്റെ ടൈപ്പുള്ള ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീലിങ്ങും കാര്യങ്ങളൊക്കെ, അത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ കറങ്ങി അടിച്ച് നടന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ബോട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു സംവിധാനമുണ്ട്. ഇതൊക്കെ എല്ലാം വളരെ വളരെ എന്താ പറയുക, നമുക്ക് മൈന്യൂട്ടായിട്ട് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ജോലിയുടെ ഇടയിലാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. നമ്മളൊരു ഫുൾ ടൈം വ്ളോഗർ അല്ല. നമ്മളൊരു ഫുൾ ടൈം വ്ളോഗർ ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എവിടെയാണോ സന്തോഷം കിട്ടുന്നത് അവിടെയാണല്ലോ നമ്മൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ജോലിയുടെ ഇടയിൽ ചെറിയ സമയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെറിയ ഈ പറഞ്ഞ പോലെ സ്പോട്ടുകളെല്ലാം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അത് കൂടുതലായിട്ട് ഒരു ഫുൾ ടൈം വ്ളോഗിങ്ങിലേക്ക് മാറട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എനിക്കറിയാം, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വിഷ്വലിലേക്ക് പോയിട്ട് വരാം. ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ടോർച്ച് ദോഹ എന്ന് പറയുന്ന ടോർച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത്. 2006 15ാമത് ഒളിമ്പിക്സിൻ്റെ സിംബോളിക് ഫ്ലെയിമാണ്. ആ ഒരു രൂപത്തിലാണ് ഈ ഒരു ടവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിന് മുകളിൽ ഒരു ഫ്ലെയിം വരും, ഫയർ.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ പരസ്യങ്ങളും അഡ്വർടൈസ്മെൻറ്റ് അതുപോലുള്ള കാര്യങ്ങളും അതുപോലെ സ്പെഷ്യലായിട്ടുള്ള ഡേയ്സിലുള്ള ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ ഫ്ലാഗുകളും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ ഇത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്, നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളൊരു സ്റ്റേഡിയമാണിത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ വില്ലാജിയോ എന്ന് പറയുന്ന മാള്. നമുക്കതൊരു ദിവസം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യണം, കാരണം അത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ മാത്രം ഉൾപ്പെടുത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്രയും ഒരു വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താ പറയുക, ആസ്പെർസോണിൻ്റെ ഭാഗമാണ്. ആസ്പെർസോൺ എന്നാണ് ഈ ഒരു ഏരിയ നമ്മൾ പറയാറ് കേട്ടോ. ഇതാണ് സ്റ്റേഡിയം, ഉഗ്രൻ സ്റ്റേഡിയമാണ്. അതുപോലെ തന്നെയാണ് ഈ ടോർച്ച് ടവർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഖത്തറിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ലാൻഡ്മാർക്ക്, ഒരു സിംബോളിക്കാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. കുറച്ചും കൂടി കഴിഞ്ഞ് ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും. നമുക്ക് പറ്റുകയാണെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കുറച്ച് ദൂരത്ത് നിന്ന് ഇതിൻ്റെ ഒരു വ്യൂ കൂടി എടുക്കാം. നല്ല രസമായിട്ടുള്ളൊരു കാര്യമാണ്. ഖത്തറിൽ ആര് വന്നാലും വരേണ്ട ഒരു സ്ഥലമാണ് ഇത്. സത്യത്തിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലും കൂടിയാണ് കേട്ടോ. ഇത് ഒരു 1500 പേരോളം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ ഇതിൽ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ ഒരു ടോർച്ച് ടവറിൻ്റെ ഉള്ളിൽ. ഈ ടോർച്ച് ടവറിൻ്റെ ഉള്ളിലത്തെ ആ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയിൽ റിവോൾവ് ചെയ്യുന്ന, കറങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഈ ഒരു ടവറിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അത് ഭയങ്കര രസമായിരിക്കും അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയൊക്കെ, നമ്മൾ ആ റെസ്റ്റോറൻറ്റ് നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്കത് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ രസം എന്തായിരിക്കും എന്നുള്ളത് അല്ലേ? നല്ല അടിപൊളി ഒരു ഏരിയ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ വില്ലാജിയോ എന്ന് പറയുന്നത്. ഭയങ്കര വലിപ്പമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഒരു വലിയൊരു മാളാണ്, ഭയങ്കര രസമാണ്. ഇപ്പോൾ ഈ കണ്ടോ, ഈ ടോർച്ച് ടവറിൽ നിന്ന് ഇവിടേക്കൊരു ഒരു സബ്വേ പോലെ നടന്നു വരാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ, ഈ നമ്മുടെ ഈ മാളിൻ്റെ ഉള്ളിലേക്കും. നല്ല രസമാണ് ഈ ഒരു ഏരിയ കാണാൻ, ഭയങ്കര രസമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല വലിയൊരു മാളാണ്, എല്ലാവിധ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു മാളാണ്. നമുക്കൊരു ദിവസം വന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ കണ്ടല്ലോ, ഇത്രയും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഖത്തറിൽ വരുന്ന അല്ലെങ്കിൽ ഖത്തറിലുള്ള ഒരു വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. സത്യം, ഇത് ആസ്പെർസോണിൻ്റെ ഒരു പാർക്ക് ഉണ്ട് അപ്പുറത്ത്. നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ലൈറ്റ് ഇപ്പോൾ പോവും, ഏകദേശം ഒരു സമയമുണ്ട്. അപ്പോൾ ആസ്പെർസോണിൻ്റെ ആ ഒരു പാർക്കിലേക്ക് നമുക്കൊരു ദിവസം പോകണം. അവിടെ ഞാൻ ഇവിടെ ഖത്തറിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ അത്രയും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ആ ഒരു ആസ്പെർസോണിൻ്റെ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ എന്താണെന്ന് അറിയില്ല, അവിടെ പോയി അതിലെ ഒരു റൗണ്ട് അടിച്ച് നടന്നാൽ തന്നെ നിങ്ങളുടെ പകുതി സ്ട്രെസ് പോയി കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് എന്തായാലും മറ്റൊരു ദിവസം നമുക്ക് പോകണം. നമ്മുടെ ഫ്രീ ഡേയ്സിൽ, നമ്മുടെ ഓഫ് ഡേ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെതറിൻ്റെ സിറ്റുവേഷനൊക്കെ ഒന്നും കൂടി ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതുപോലുള്ള സ്പോട്ടുകളിലേക്കും ബീച്ചുകളിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോകണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട, വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ടോർച്ച് ടവർ, ഞങ്ങളുടെ ഖലീഫ സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് തരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ടുമാറോ എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റാണ് എൻ്റെ നാളെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും എല്ലാവിധ കമൻറ്റുകളും എനിക്ക് വേണം. എനിക്കത് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതിൽ നിന്ന് ഉൾക്കൊണ്ട് നാളെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിഷ്ടമാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്താ പറയുക, ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് മുന്നോട്ടുള്ള വഴി. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഒന്നും പറയണ്ടല്ലോ, എല്ലാ വീഡിയോസിലും എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എനിവേ, അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.